മാർക്രീറ്റിൽ ആര് ആദ്യം എത്തും എന്ന വിഷയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏതൊരു ചാനൽ മേധാവിയും ചാനൽ അവതാരകരും തയ്യാറാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും ഉള്ളത്. ഒന്നാം സ്ഥാനത്തിനായി ഏഷ്യനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലടി തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. വാർത്തയുടെ ആധികാരികതയുമായി ഏഷ്യനെറ്റ് ന്യൂസ് ഇടക്കാലം കൊണ്ട് നഷ്ടമായ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചപ്പോൾ റിപ്പോർട്ടറിന് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഇതോടെ വീണ്ടും റേറ്റിംഗ് ഉയർത്താനുള്ള തന്ത്രങ്ങളുമായി ചാനൽ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ചാനലിന്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ നടന്ന കൊമ്പുകോർക്കൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നാടകമെന്ന വിധത്തിലാണ്. റിപ്പോർട്ടറിന്റെ മുഖമായ അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലാണ് പക്ഷം തമ്മിൽ കോർത്തത്. കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. ചാനൽ ഉടമ ആന്റോ അഗസ്റ്റിൻ, ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ്, സ്മൃതി പരുത്തിക്കാട് എന്നിവരാണ് ഇരുവർക്കും ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി CPM ബന്ധം ചർച്ചയിൽ നിറഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ തർക്കിച്ച അടിയുടെ വക്കിൽ വരെ എത്തിയത്. ആദ്യം ആ ഭാഗം ഒന്ന് കേൾക്കാം. അടിയന്തരാവസ്ഥ കാലത്തെ അല്ല DJയും വേടന്റെ പാട്ടുമൊക്കെ അല്ലല്ല DJ നിങ്ങൾ അങ്ങനെ പറയാതെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. RSSന്റെ കൊടി കാണുന്നത് വേടനാണ് പ്രശ്നമെന്നൊന്നുമല്ല. ശരി, DNA പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലേ കൂടുതലൊന്നും പറയാതിരുന്നതാണ് മെച്ചം. അതെ അല്ല, താങ്കൾ എന്റെ സമയം കൂടി എടുക്കണ്ട എന്തായാലും. അപ്പോൾ ഇവിടെ പരിപാടി റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിച്ചു. എന്നിട്ട് എന്ത് പറ്റി? രജിസ്ട്രാർ അറിയിച്ചിട്ടും ഗവർണർ വേദിയിലെത്തി 6:25 പ്രതിഷേധിക്കാനായി നിന്ന SFI കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി തന്നെയാണ് ആ കാറ് കടന്നു വന്നത്. അതും കണ്ണുള്ളവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. അപ്പോൾ പരിപാടി റദ്ദാക്കുന്നതായി ഒരു ഫോൺ കോൾ അങ്ങോട്ട് രാജ്ഭവനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ആളല്ല രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോയി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച മന്ത്രി V ശിവൻകുട്ടിക്കും നേരത്തെ എതിർത്തിട്ട് പോയ മന്ത്രി P പ്രസാദിനും ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതോടെ ഗവർണർ. ഇവിടെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ? അതാണല്ലോ നിയമപരമായി പരിശോധിക്കാൻ കഴിയുക. മതപരമായ ചിഹ്നമായിട്ടൊന്നും കാവിക്കൊടിയെ ഒരിടത്തും എടുത്ത് അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല. മതപരമായ ചിഹ്നമായി ഭാരതാംബയും എടുത്ത് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചിത്രം അവിടെ വെച്ചത് ചട്ടവിരുദ്ധമായി നോക്കി കാണാനും സാധിക്കില്ല. നിയമപരമായിട്ടൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവർണർ അവിടേക്ക് വന്നത്. ഈ നിയമോപദേശം തേടുന്ന ആളുകൾ ഒരു ഭാഗത്ത് മാത്രമല്ല മറുഭാഗത്തുമുണ്ട്. കൃത്യമായി അഭിഭാഷക പരിഷത്ത് അടക്കം ഉള്ള ഒരു സംവിധാനമാണ് RSS എന്നതുകൂടി മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് ഇതേ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് വാങ്ങിയ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിന് അനുമതി കൊടുത്ത ഒരു വൈസ് ചാൻസലറുമുണ്ട് കേരള സർവകലാശാലയ്ക്ക്. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഉചിതമായ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് സെനറ്റ് ഹാളിൽ നടന്നത്. അല്ലാതെ അത് RSSന്റെ പരിപാടിയാക്കാൻ നോക്കേണ്ട. ഈ ദിവസം മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജ്യം തന്നെ, കേന്ദ്ര സർക്കാർ തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവർക്ക് ആദരമർപ്പിക്കുന്നതിനായി ഈ ദിവസം വിനിയോഗിക്കണമെന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം 2024 അത് ഒഫീഷ്യൽ ഓർഡറായും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനും ഈ പരിപാടിയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു സ്വകാര്യ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീപത്മനാഭ സേവാ സമിതിയാണ് എന്ന് കരുതി ആ പരിപാടിയുടെ ഉള്ളടക്കം കൂടി നോക്കി മാത്രമേ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റില്ല എന്ന് പറയാനോ സാധിക്കുകയുള്ളൂ. അതാണ് അവിടുത്തെ വസ്തുത എന്ന് പറയുന്നത്. ഗവർണർ ഇന്ന് വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഗവർണർ ഇന്ന് വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുകയല്ല ചെയ്തത്. മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗോഗോ വിളിച്ചിട്ട് പോവുകയല്ല ചെയ്തത്. ഗവർണർ അവിടെ വന്നിട്ട് വൃത്തിയായി സംസാരിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ്. 2 മണിക്കൂറോളം താമസിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഗവർണറാണോ ഇവിടുത്തെ പ്രകോപനക്കാരൻ? എന്ത് ലോജിക്കിന്റെ പേരിലാണ് ഗവർണറെ ഒരു പ്രകോപനക്കാരനായിട്ട് ഇവിടെ മുദ്ര കുത്തുന്നത്? അതൊക്കെ മനസ്സിലുള്ള ആ ഒരു വിദ്വേഷത്തിന്റെ പ്രതീകമായി പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു. അന്നത്തെ CPIM ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം തമസ്കരിക്കേണ്ട. CPIM-ഉം ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു. അടിയന്തരാവസ്ഥയെ നേരിടാൻ CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. ഒരു വെള്ളവും ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. CPIM പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി. മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ RSS ഒരിക്കലും CPIM-ന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ CPIM ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടല്ലോ. സാർ അവിടെ ഇരിക്കുക. സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഇരയല്ല. മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. നിങ്ങൾ ഇപ്പോൾ കേട്ട് അവസാനിച്ചതിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് അടി തുടങ്ങുന്നത്. എന്നാൽ ഈ അടി ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. എന്തിനാണ് സുജയ പാർവതിയുടെ വർഗീയത ഇങ്ങനെ മറച്ചു പിടിക്കുന്നതെന്ന് ചിലരും
എന്തിനാണ് സുജയ പാർവതി അരുൺകുമാറിനെ തേച്ചൊട്ടിച്ച ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കുന്നതെന്ന് മറ്റു ചിലരും ചോദിക്കുന്നു. കേരള ഗവർണർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും CPM സഹകരണത്തെക്കുറിച്ചും പറഞ്ഞതോടുകൂടിയാണ് അരുൺകുമാർ തർക്കിച്ചത്. വിഷയത്തിൽ സുജയ സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ട് സംസാരിക്കവെയാണ് തർക്കം മൂർച്ഛിച്ചത്. RSSുമായി ചേർന്നാണ് CPM മത്സരിച്ചതും സഹകരിച്ചതും എന്നാണ് സുജയ വാദിച്ചത്. എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ചേർന്നാണ് അവർ പ്രവർത്തിച്ചതെന്ന് അരുൺകുമാർ തർക്കിച്ചു. ഇതോടെ ആദ്യം ബഹുമാനത്തോടെ താൻ പറയാത്ത കാര്യം തന്നിലേക്ക് ചേർക്കേണ്ട എന്ന് പറഞ്ഞാണ് സുജയ രംഗത്ത് വന്നത്. എന്നാൽ അരുൺ വഴങ്ങാതെ വന്നതോടുകൂടി സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് അലറുകയായിരുന്നു. ഇതോടെ അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്ന് അരുൺകുമാറും പറഞ്ഞു. RSS ശാഖയിൽ കാണിക്കുന്ന പരിപാടി ഇവിടെ കാണിക്കേണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ അവസരത്തിൽ താങ്കൾ പറയേണ്ടതില്ല എന്ന് സുജയ പറഞ്ഞു. തുടർന്ന് സുജയ തന്റെ വാദവും തുടർന്നു. ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കളായ SFI കുഞ്ഞുങ്ങളാണ് ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളുമായി തർക്കങ്ങൾക്കുമായും രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് സുജയ പറഞ്ഞത്. തുടർന്ന് അങ്ങോട്ടും തർക്കം തുടർന്നു. വ്യക്തിപരമായി അധിക്ഷേപം നടത്തരുത് എന്നും അരുൺകുമാർ പറഞ്ഞു. SFI നടത്തിയ പോരാട്ടത്തിന്റെ ഏഴയലത്ത് വരില്ല RSS പോരാട്ടമെന്നാണ് അരുൺ വാദിച്ചത്. ചരിത്രത്തിലല്ല വർത്തമാനമാണ് ഇവിടെ സംസാര വിഷയമെന്നും പറഞ്ഞ് സുജയയും പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ തർക്കമായിരുന്നു ചർച്ചയിൽ നിറഞ്ഞത്. ഡോക്ടർ അരുൺ വിചാരിച്ച നിലയിൽ ചർച്ച മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന് തയ്യാറല്ല എന്ന് സുജയയുടെ നിലപാട്. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ആന്റോ ഇടപെട്ട് സംസാരിച്ചു. പ്രേക്ഷകർ കാണുന്നുണ്ടെന്നും തർക്കത്തിൽ അടിസ്ഥാനമില്ലെന്നുമാണ് ആന്റോ വാദിച്ചത്. സെറ്റിട്ട ചർച്ചയാണ് എന്ന് പ്രേക്ഷകർ ധരിക്കുമെന്നും ആന്റോ പറയുന്നു. അതേസമയം ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്ത ജിമ്മി ജെയിംസും സ്മൃതി പരുത്തിക്കാടും നിശബ്ദരായിരുന്നു. തർക്കം മൂർച്ഛിച്ചതിൽ ആന്റോ അഗസ്റ്റിൻ പ്രേക്ഷകരോട് ക്ഷമ പറയുകയും ചെയ്തു. അവർ തമ്മിലുള്ള തർക്കം അവർ തീർക്കട്ടെ എന്നായിരുന്നു ഇവരുടെ നിലപാട്. ഈ തമ്മിലടിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലും ചർച്ച ഉടലെടുത്തിട്ടുമുണ്ട്. മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചർച്ച ആസൂത്രിതമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനം. എന്തായാലും ആസൂത്രണമാണെങ്കിലും അല്ലെങ്കിലും എന്നാൽ ഇതൊന്നും അത്ര നല്ലതല്ലെന്നാണ് പൊതു അഭിപ്രായം. എന്നാൽ ഈ 15 മിനിറ്റ് നേരം ആളുകൾ ലൈവായി കണ്ട ഇക്കാര്യങ്ങളൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് റിപ്പോർട്ടർ TV പിന്നീട് ഇത് പ്രസിദ്ധീകരിച്ചത്. അതിനിടയിലാണ് നിരവധി ആളുകൾ രൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ചർച്ച ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ വീണ്ടും സുജയ പാർവതിയും അരുൺകുമാറും തമ്മിലുള്ള പിളർപ്പ് ഒരുപക്ഷെ ചാനൽ പിളർപ്പിലേക്ക് പോകുമോ എന്ന കാര്യം സംശയമാണ്. മാത്രമല്ല ചാനലിലെ മുഖ്യധാര ടീമുകളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിൽ, അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുജയ പാർവതി കൂടി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇനി സുജയ പാർവതി പോവുകയാണെങ്കിൽ മറ്റൊരു സ്വയം ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ പോലെയുള്ള ചാനൽ തുടങ്ങുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിൽ വരികയാണ്.